ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ. അതിൻ്റെ ആ ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് ഇപ്പം കാണാൻ പറ്റുന്നുണ്ടാവും. കാരണം വേറെ ഒന്നുമല്ല, എൻ്റെ വിഷ് ലിസ്റ്റിലുള്ള ഒരു സംഭവമായിരുന്നു ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൻ്റെ കുറച്ച് പ്രൊഡക്ട്സ് വാങ്ങുക എന്നുള്ളത്. കാരണം ഭയങ്കര ഹൈപ്പുള്ള സംഭവമാണല്ലോ. കുറേ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ അടുത്താണെങ്കിലും യൂട്യൂബിലാണെങ്കിലൊക്കെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. അപ്പം യൂസ് ചെയ്തവരൊക്കെ നല്ല പ്രൊഡക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞപ്പം ആ ഒരു ഹൈപ്പിൽ എനിക്ക് ഒരു വിഷ് ലിസ്റ്റിൽ ഞാൻ വെച്ചതായിരുന്നു അത്. അപ്പം ഇന്നത് അതിൽ ഒന്ന് രണ്ട് പ്രൊഡക്റ്റ് ഞാൻ വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ പോകും കേട്ടോ. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാൻ ആഫ്റ്റർനൂൺ കാര്യമായിട്ട് ലഞ്ചൊന്നും മര്യാദക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അടുത്തുള്ള ഒരു കടയാണ്, മലയാളീസിൻ്റെ കടയാണ് കേട്ടോ. അവിടെ ഞാൻ പോയതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സംഭവം കേൾക്കാൻ പറ്റും. Guys, literally look at the shade. Lipstick shade. ഇതൊക്കെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. അങ്ങനെ ഞങ്ങൾ ഷുവർക്ക് ഓർഡർ ചെയ്തിട്ട് ഞാൻ ഇരുന്ന സമയത്ത് എല്ലാവരും നോക്കുന്നുണ്ടായിരുന്നു. കാരണം ഞാൻ ഈ ക്യാമറ അല്ല, ഫോൺ ഇങ്ങനെ പിടിച്ചിട്ടായപ്പം എല്ലാവരും നോക്കുന്നുണ്ടായിരുന്നു ഇതെന്താ സംഭവം എന്നുള്ള രീതിയിൽ. നമ്മളെ നാട്ടിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയപ്പോൾ ഇതാ ഇങ്ങനെ ഒരു ചെറിയ സാധനത്തിന് കണ്ടു. എനിക്ക് പൂച്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമുള്ള സാധനം വേറെ ഇല്ല. പൂച്ച, നായി, അങ്ങനത്തെ പെറ്റ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അത് അവിടുന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ കുറച്ചപ്പുറത്ത് ഒരു 1-2-1.5 കിലോമീറ്റർ അപ്പുറത്താണ് അവന്യൂസ് മാൾ ഉള്ളത്, മസ്കറ്റിന്. അപ്പം അവന്യൂസ് മാൾക്ക് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയതാണ്. ഫുഡ് കഴിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ ഷോപ്പിങ്ങിന് ഒരു സുഖമുള്ളൂ. ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ തലവേദന ആവും, പിന്നെ നമുക്കൊരു ഇൻട്രസ്റ്റ് വരില്ല. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ മാളിലെത്തിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇതാ മാളിലൊക്കെ എത്തിയിട്ട് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യണം, പാർക്കിംഗ് ലോട്ടിലാണ്. അപ്പോൾ പാർക്കൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അവിടുന്ന് കുറച്ച് എന്താ പറയുക പോകാനുണ്ടായിരുന്നുള്ളൂ ഷോപ്പിൻ്റെ അങ്ങോട്ട്. പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ടാണല്ലോ ഈ ഷോപ്പ് തിരയണത്, അപ്പോൾ കുറച്ചൊന്ന് കറങ്ങി. എന്നാലും അടുത്ത് തന്നെ ആയിരുന്നു. പക്ഷേ ആ ഒരു കറക്കമുണ്ടല്ലോ, എനിക്ക് എൻ്റെ ഒരു അനുഭവം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനത്തിന് വേണ്ടിയിട്ട് എത്ര വേണേലും നമ്മൾ തിരയും, എത്ര വേണേലും തിരയും. നമുക്ക് ഒരു മടുപ്പും തോന്നൂല, കാരണം നമ്മൾ അത്രയും എക്സൈറ്റഡ് ആയിരിക്കും. അപ്പം എന്താ ഞങ്ങൾ ഷോപ്പ് കണ്ടെത്തിയിട്ട് അതിൻ്റെ അടുത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പക്ഷേ ഉണ്ടല്ലോ, അതിൻ്റെ എൻട്രൻസിൽ ഒരുമാതിരി നൈക്കൻ്റെ ഫ്രൈഡേ പിങ്ക് സെയിൽ ഉണ്ടാവില്ല, അതുപോലെ കണക്കിനായിരുന്നു. ഫുൾ പിങ്ക്, പക്ക പിങ്ക്, കാണില്ല, ഫുൾ പിങ്ക് ആയിരുന്നു. അങ്ങനെ ഉള്ളിൽ കയറി ഞാൻ ഓരോ പ്രൊഡക്റ്റും നല്ല സ്മെല്ല് ചെയ്തൊക്കെ നോക്കുന്നുണ്ട്. നല്ല ഭയങ്കര എന്താ പറയുക, ഞാൻ ഇന്ന് വരെ സ്മെല്ല് ചെയ്യാത്ത ടൈപ്പുകൾ, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വെറൈറ്റി എന്താ പറയുക സ്മെല്ലൊക്കെ ആയിരുന്നു ഓരോന്നിനും ഉണ്ടായിരുന്നത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞങ്ങൾ അവിടെ ഒരു ഓഫർ ഉള്ളത് പറഞ്ഞത്. ബോഡി പ്രൊഡക്ട്സിന്, അതായത് ലോഷന്, പെർഫ്യൂം, ബോഡി വാഷ്, ഇങ്ങനത്തെ സംഭവത്തിന് 2 എടുത്താൽ 1 പൈസ കൊടുത്താൽ മതി. അതായത് ബൈ 1 ഗെറ്റ് 1 അങ്ങനെ പറയാം. അങ്ങനെ അത് അവിടുന്ന് ഞാൻ 2 പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് ഇതാ ഞങ്ങൾ പിന്നെ ലുലുക്ക് സാധനം വാങ്ങാൻ ഇറങ്ങിയതാണ്. ആ ഫ്ലോർ തന്നെ ആയിരുന്നു ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ സാധനം വാങ്ങാൻ ഇറങ്ങിയതാണ്. 1-2 കിച്ചണിക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് എക്സ്ട്രോവേർട്ട് ആണെങ്കിലും എല്ലാവരും നോക്കുമ്പോൾ എനിക്കൊരുമാതിരി ഷൈ ആണ്. കാരണം ഞാൻ ഫോൺ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ എല്ലാവരും ഇത് എന്താ സംഭവം എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ഫസ്റ്റ് തന്നെ ഞങ്ങൾ പോയി ചിക്കന് കട്ട് ചെയ്യാൻ കൊടുത്ത്. കാരണം ഫസ്റ്റ് കൊടുത്തു കഴിഞ്ഞാലേ നമ്മൾ ബാക്കിയുള്ള സാധനം എടുത്ത് വരുമ്പോൾ അത് അപ്പോഴും ആയി ഉണ്ടാവില്ല, എന്നാലും കുറേ സമയം നമുക്ക് അങ്ങനെ വെയിറ്റ് ചെയ്യണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ചിക്കന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ചിക്കൻ സെലക്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ബാക്കി ഞങ്ങൾ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ റമദാൻ അടുപ്പിച്ചായതുകൊണ്ടാണോ എന്നറിയില്ല, കുറേയൊക്കെ ഓഫറുണ്ട്. എന്നാലും കുറേ സാധനത്തിന് വരാനുണ്ട്. എന്നാലും ഏറെക്കുറെ പ്രൊഡക്ട്സിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. ലുലുവിൽ പോയ ആൾക്കാർക്ക് അറിയുണ്ടാവും, എപ്പോഴും ഓഫർ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഇതാ ഞാൻ ഓരോ പ്രൊഡക്റ്റായിട്ട് ഇതാ ഒന്നും തള്ളക്കേറ്റ്. പക്ഷെ ആ മുന്നിൽ അത് നിങ്ങൾ കാണുന്നുണ്ടോ, ആ ബാസ്ക്കറ്റിൻ്റെ ആ മുന്നിലിങ്ങനെ ആ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൻ്റെ ബാഗ് ഇങ്ങനെ കാണുമ്പോൾ, അതിങ്ങനെ കാണുമ്പോൾ എനിക്കൊരു പ്രത്യേക കുളിർമയായിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. കാരണം അത്രയും ആഗ്രഹിച്ചൊരു സാധനം ആയതുകൊണ്ടാവും. അങ്ങനെ ആ ഒരു സാധനമൊക്കെ വാങ്ങിയതിൻ്റെ ആ ഒരു പൊലിവിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേയൊക്കെ ആൾക്കാർ നോക്കുന്നുണ്ട്, കുറേയൊക്കെ ഞാൻ മൈൻഡ് ആക്കുന്നില്ല. അങ്ങനെ ഇത് ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ ബില്ല് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ സൈഡിൽ ചോക്ലേറ്റിൻ്റെ സെക്ഷൻ കണ്ടത്.
അങ്ങനെ നേരെ പോകേണ്ട ഞാൻ ചോക്ലേറ്റിൻ്റെ കണ്ടപ്പോൾ നേരെ തിരിച്ച് വളഞ്ഞു വന്നേ. കാരണം എനിക്ക് എപ്പോഴും ഇഷ്ടമാണ്. പക്ഷെ കൂടെ വന്ന ആൾ കുറച്ച് കൺവിൻസിങ് സ്റ്റാർ ആയതുകൊണ്ട് പിന്നെ ചോക്ലേറ്റ്സ് മാറ്റി ഞാൻ ഇതുപോലെ വല്ല ലേസോ അങ്ങനെ എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം മധുരം ഷുഗർ വല്ലാണ്ട് കൺസ്യൂം ചെയ്യണ്ട അങ്ങനെ പറഞ്ഞുകൊണ്ട് പിന്നെ അതിൽ നിന്ന് 2 കോൺ പഫിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു, എനിക്കിഷ്ടമായി. അപ്പം ഞാൻ അത് മുന്നേ കഴിച്ചതുകൊണ്ട് ആ ഒരു ഇതിൽ ഞാൻ 2 പാക്കറ്റ് അങ്ങനത്തെ വാങ്ങിയിട്ട് ഞങ്ങൾ ബില്ല് ചെയ്യണം. അപ്പം നമുക്ക് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ മാതിരിയല്ല, ഇവിടെ നമുക്ക് അവിടെ ബില്ല് ചെയ്ത് തരാൻ ആൾക്കാരും ഉണ്ടാവും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെൽഫായിട്ട് ബില്ല് ചെയ്യാനുള്ള ഒരു കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ അവിടുന്ന് ബില്ലിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയതാണ്. ഇതിൽ ഞാൻ ഇട്ട കോസ്റ്റ്യൂം ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പം അതെങ്ങനെ ഉണ്ടെന്നുള്ളത് ജസ്റ്റ് എല്ലാവരും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. വൈറ്റ് ടീസ് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ സൈസ്ഡ് ഷർട്ടും ടീഷർട്ടും പിന്നെ ഒരു ജീൻസിൻ്റെ പാൻറ്റും. അങ്ങനെ അവിടെ നിന്ന് ഇതാ പൊലിവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ഞങ്ങൾ കാർക്ക് കയറാൻ പോവുകയാണ്. കൂടെയുള്ള ആളിനോട് ചോദിക്കുന്നത് ഇതിൽ തീരുമോ, എൻ്റെ ആ വിഷ് ലിസ്റ്റിലുള്ളത് ഇതോടുകൂടി തീരുമോ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയുന്നുണ്ടില്ല, കാരണം ഇപ്പം ഞാൻ ഒരു ടൈപ്പേ വാങ്ങിയിട്ടുള്ളൂ. എനിക്കിതിൻ്റെ കുറേ വേരിയൻസ് വാങ്ങി കളക്ട് ചെയ്ത് എനിക്കെല്ലാം എക്സ്പ്ലോർ ചെയ്യണം, എല്ലാ സ്മെല്ലും എങ്ങനെയുണ്ടെന്ന് എനിക്കൊന്ന് എന്താ പറയുക നോക്കണം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതിൽ അങ്ങനെ വന്ന് വരുമായിരുന്നു കേട്ടോ. കുറച്ച് മുന്നേ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് അതാണ്. അങ്ങനെ ഞങ്ങൾ കാറിൽ കയറിയിട്ട് ഞങ്ങൾ തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ ആൾക്കാർ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്, പക്ഷേ കുറേ ആൾക്കാർ പകുതിയിലേറെ ആൾക്കാരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അത്രയേ ഉള്ളൂ, ബൈ.